ഹരേ കൃഷ്ണ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണദ്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമന് നാരായണീയം രണ്ടാമത്തെ അധ്യായത്തിൽ ദശകത്തിൽ 3 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു. 4-ാമത്തെ ശ്ലോകം ഇന്ന് നമുക്ക് പഠിക്കാം. ആദ്യം വായിച്ചതിൻ്റെ അർത്ഥം പറയാം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം ന്യാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാബലബലാദ് ചാബല്യവാർത്തോദബോധം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടം അച്യുത വിഭോ തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ് അചാബലബലാദ് ചാബല്യ വാർത്ത ഉദഭൂത് ചാബല്യവാർത്തോദഭൂത്. പ്രേമസ്ഥൈര്യമയാദ ചാബലബലാത് ചാബല്യവാർത്തോദഭൂത്. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീം സാ ദേവീ പരമോത്സുകാ ചിരതരം ന്യാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാബലബലാത് ചാബല്യവാർത്തോദഭൂത്. ഇനി അതിൻ്റെ അർത്ഥം പറയാം. തത്താദൃങ് അപ്രകാരമുള്ളതും മധുരാത്മകം മധുരരൂപവും ആയ തവ വപു അവിടുത്തെ വപുസ് അവിടുത്തെ ശരീരം അവിടുത്തെ മൂർത്തിയെ സംപ്രാപ്യ പ്രാപിച്ചിട്ട് സമ്പന്മയീ സാ ദേവി സമ്പന്മയിയായ ആ ലക്ഷ്മി ദേവി പരമോത്സുകയായിട്ട് ആ മൂർത്തിയിൽ താല്പര്യമുള്ളവളായിട്ട് തീർന്നു. അതിനാൽ സ്വഭക്തേഷു അഭി തൻ്റെ ഭക്തന്മാരിൽ പോലും ചിരതരം ന ആസ്തേ വളരെ കാലം സ്ഥിതി ചെയ്യുന്നില്ല. തേന അസ്യ അതിനാൽ ഇവൾക്ക് ഈ ലക്ഷ്മി ദേവിക്ക് വിഭോ അച്യുത വിഭുവായ അല്ലയോ അച്യുത ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അവിടുത്തെ രൂപത്തിൻ്റെ മനോജ്ഞകതയിലുള്ള പ്രേമത്തിൻ്റെ സ്ഥിരത മൂലമുള്ള അജാബലബലാത് ചാബല്യമില്ലായ്മയുടെ ബലത്താൽ ചാബല്യവാർത്ത ചപലയാണെന്ന വാർത്ത ഉദഭൂത് ഉണ്ടായി. ബദ കഷ്ടം അത് കഷ്ടം തന്നെ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ രൂപത്തിൻ്റെ മാധുര്യത്തെയും ഗുണങ്ങളെയും ഒക്കെ കുറിച്ചാണല്ലോ പഠിച്ചത്. അതിനെ കുറിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ തത്താദൃങ് മധുരാത്മകം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ദശകത്തിൻ്റെ
ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൽ ലക്ഷ്മി നിശങ്കലീലാ നിലയനം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്മി ദേവിയെ ഇവിടെ എടുത്തു പറയുകയാണ്. ലക്ഷ്മി ദേവി ശുദ്ധ സത്വസ്വരൂപമാണ്. ഈ പ്രപഞ്ചത്തിൽ മധുരമായിട്ടും മഹത്തായിട്ടും കാന്തിമത്തായിട്ടും എന്തൊക്കെയുണ്ടോ അതെല്ലാം മഹാലക്ഷ്മിയുടെ വിഭൂതികളാണ്. ആ വിഭൂതികളുടെ പ്രഭവസ്ഥാനം തന്നെ ഭഗവത് രൂപമായിരിക്കെ ഭഗവാനെ എങ്ങനെയാണ് വിട്ടുപോകുവാൻ ദേവിക്ക് കഴിയുന്നത്? അതുകൊണ്ട് ലക്ഷ്മി ദേവി ചപലയാണ് എന്ന ഒരു ആക്ഷേപമുണ്ട്. കാരണം ഈ ലോകത്തിൻ്റെ തന്നെ ജനനിയാണ് അമ്മ. ലോകത്തെ പരിപാലിക്കേണ്ട ദേവി സ്വന്തം ഭക്തന്മാരുടെ കാര്യത്തിൽ പോലും കുറേ നേരം നോക്കും എങ്കിലും അങ്ങനെ അത്ര അങ്ങോട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാനോടുള്ള ആ ഒരു പ്രേമാതിരേകം കൊണ്ടാണ്. അതായത് അമ്മമാർക്ക് മക്കളോട് സ്നേഹമുണ്ടെങ്കിലും ഭർത്താവിനോടുള്ള അതിയായ പ്രേമം കൊണ്ട് കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് പോലെയാണ് ഇവിടെ ദേവിയുടെ കാര്യവും. സന്താനങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഭർത്താവിനോടുള്ള ആ ഒരു പ്രേമത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദേവിയും ആ ഭഗവാനോടുള്ള പ്രേമാതിരേകത്തിൽ ഭഗവാനിൽ തന്നെ സ്ഥിരമായിട്ട് വസിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. സ്ഥിരമായിട്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടായാൽ ഐശ്വര്യമുള്ളവരായിട്ട് തീരും. കടാക്ഷം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവർ ദരിദ്രരും ദുഃഖം അനുഭവിക്കുന്നവരൊക്കെ ആയിട്ട് തീരും. ദുരിതമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് തീരും. അപ്പോൾ ഈ ദുരിതമൊക്കെ വരുമ്പോഴാണ് പറയുന്നത് അമ്മ ചപലയാണ് എന്ന് പറഞ്ഞു പോകും. എന്നാൽ ആ ഭഗവതിയുടെ കടാക്ഷം കിട്ടണമെങ്കിൽ ഇവിടെ ഗോപ്യമായിട്ട് പറയുന്നത് ഭഗവാന്റെ രൂപത്തെ എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെ ആയാൽ ഭക്തനോടൊപ്പം മഹാലക്ഷ്മിയും വസിക്കും. അതടുത്ത ആ ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് എവിടെയാണ് വസിക്കുന്നത് എന്നുള്ള കാര്യം. തത്താദ്രങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി. പ്രകാരം മധുരരൂപമായ അവിടുത്തെ ശരീരത്തെ സമ്പന്മയിയായ ലക്ഷ്മി ദേവി പ്രാപിച്ച് സാ ദേവി പരമോത്സുകാചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി. അങ്ങയിൽ അത്യധികം താല്പര്യമുള്ളവളായി തീർന്നതിനാൽ ആ ദേവി തൻ്റെ ഭക്തന്മാരിൽ പോലും വളരെ കാലം സ്ഥിരമായിട്ട് വസിക്കുന്നില്ല. തേനാസ്യാപത കഷ്ടമച്യുത വിഭോ തദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത ചാബലബല ചാബല്യവാർത്തോദബോധം. അല്ലയോ വിഭുവായ അച്യുത, അതുകൊണ്ട് തന്നെ അവിടുത്തെ മനോജ്ഞ രൂപത്തോടുള്ള ദേവിയുടെ പ്രേമാതിരേകത്തിൻ്റെ ഈ ഉറച്ച സ്ഥിതി മൂലം ദേവിക്ക് ചപലയാണെന്ന അപവാദം ഉണ്ടായി. അത് കഷ്ടം തന്നെ. ഇനി വായിച്ച് പഠിക്കുവാൻ പാകത്തിന് ശ്ലോകം വായിച്ചു തരാം. ഞാൻ വായിച്ച് അല്പസമയം സമയം തരുന്നത് നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. തത്താദ്രങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി. വായിച്ചോ. തത്താദ്രങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി. സാ ദേവി പരമോത്സുകാ ചിരതരം ന്യാസ്തേ സ്വഭക്തേഷ്വപി. സാ ദേവി പരമോത്സുകാ ചിരതരം ന്യാസ്തേ സ്വഭക്തേഷ്വപി. തത്താദ്രങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി. സാ ദേവി പരമോത്സുകാ ചിരതരം ന്യാസ്തേ സ്വഭക്തേഷ്വപി.
തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാപല്യവാർത്തോദബോധം. മുഴുവൻ തന്നെ പദം പിരിച്ച് വായിക്കണമെന്നില്ല, കൂട്ടി വായിക്കാം. പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാപല്യവാർത്തോദബോധം. തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത ചാബലബലാത് ചാപല്യവാർത്തോദബോധ. ഒന്നുകൂടി വായിച്ചുതരാം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീം സാ ദേവീ പരമോത്സുകാ ചിരതരം ന്യാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത ചാബലബലാത് ചാബല്യവാർത്തോദബോധ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.